എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. IIME വർഷങ്ങളായി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ് എക്സാമാണ് ഐസെറ്റ് എക്സാം. അപ്പോൾ നമ്മൾ ഈ ഐസെറ്റ് എക്സാമിലെ എന്തൊക്കെയാണ് 2024 തേർഡ് സ്റ്റാൻഡേർഡിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് നമുക്ക് ഇതുപോലത്തുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിൽ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതാനുണ്ടായിരിക്കും. രജിസ്റ്റർ നമ്പറൊക്കെ കുട്ടികൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത്, അതായത് IIMEക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നിലവിൽ. അപ്പോൾ അതിലൊരു രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ക്ലാസ് ടീച്ചർ പറഞ്ഞു തരും. അതുപോലെ തന്നെ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, നെയിം ഓഫ് ദ സ്കൂൾ, ക്ലാസ്, ഡിവിഷൻ നമ്മളവിടെ എഴുതി കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം ക്ലാസ് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരോട് ചോദിക്കാം. നമുക്ക് 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്കുണ്ട്. ആൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി, എല്ലാ ക്വസ്റ്റ്യൻസും. അതുപോലെ തന്നെ ഓൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ക്യാരി 2 marks ഈച്ച്. സ്കിൽ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ക്യാരി 10 marks ഈച്ച്. The total marks for the exam are 100. Choose the most appropriate answer from the given option and use the provided answer sheet for recording your answers. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ നിർബന്ധമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വീതവും, അതുപോലെ തന്നെ സ്കിൽ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് വരും കളർ ചെയ്യാനും. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു സ്കിൽ അസസ്മെൻറ്റ് ഉണ്ടാവും. അതിന് 10 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 100 മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമ്മളോട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കഴിഞ്ഞ 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് കംപ്ലീറ്റ് ദ സീരീസ് ചോദിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ദ സീരീസ്, താഴെ ഒരു സീരീസ് തന്നിട്ടുണ്ട്, കണ്ടല്ലോ. താഴെ നമുക്ക് സീരീസ് നോക്കാം. ഓക്കെ, താഴെ ഇവിടെ ഒരു സീരീസ് കണ്ടിട്ടുണ്ട് അല്ലേ. 4, 8, 12, 16 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് സീരീസ്, ഇതിൽ താഴെ ഓപ്ഷൻസ് തന്നിട്ടുള്ള 14 ആണോ, 16 ആണോ, 18 ആണോ, 20 ആണോ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സീരീസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 4 കഴിഞ്ഞാൽ 8 വരണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4 + 4 അല്ലേ? 4 + 4 എന്ന് പറയുന്നത് 8. അതുപോലെ 8 + എത്രയാണ്? 12. 8 + 4 = 12. 12 + 4 = 16. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 16 + 4 ആണ്. 16 + 4, 16ൻ്റെ കൂടെ 16 + 4 എന്നതാണ് നെക്സ്റ്റ് വരേണ്ട സീരീസിലെ നെക്സ്റ്റ് നമ്പർ വരേണ്ടത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഏതാണ് 16 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരിക 20 ആണ് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഏതെടുക്കണം? ഓപ്ഷൻ ഡി 20. നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആ സീരീസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ഇമേജ് പ്രൊവൈഡഡ്. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് കാപ്പബിൾ ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫേൺ, മഷ്റൂം, റോസ്, മാപ്പിൾ ട്രീ. ഓക്കെ, നമുക്ക് നോക്കാം. താഴെ കുറച്ച് 4 ഇമേജുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷത്തിന് പറ്റാത്തത് അല്ലെങ്കിൽ നടത്താൻ കഴിയാത്ത ഒന്ന് ഈ പിക്ചറിലുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ പ്ലാന്റ്സ്, സസ്യങ്ങൾ അതിൻ്റെ ഇലകളിൽ സൂര്യപ്രകാശമൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്ന, ജലവും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഉപയോഗിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ഫുഡ് പ്രിപ്പറേഷൻ എന്ന് തന്നെ പറയാം ഫോട്ടോസിന്തസിസ്. അതാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇതിന് പ്ലാന്റ്സിൽ എന്തുണ്ട്? സസ്യങ്ങളിൽ ക്ലോറോഫിൽ എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവമുണ്ട്. ഹരിതവർണ്ണം എന്നൊക്കെ പറയും. അപ്പോൾ ക്ലോറോഫിൽ എന്തുണ്ട്? സസ്യങ്ങളുടെ ഇലകളിലാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ മഷ്റൂമിന് എന്തില്ല? ഇവിടെ മഷ്റൂം, പിക്ചറിൽ മഷ്റൂമിന് ക്ലോറോഫിൽ ഇല്ല. അപ്പോൾ അതിനാൽ അതിലൊരിക്കലും ഫോട്ടോസിന്തസിസ് നടക്കില്ല. അപ്പോൾ നമുക്ക് ഇതിന് ക്യാപ്പബിൾ അല്ലാത്ത, ഫോട്ടോസിന്തസിസിന് ക്യാപ്പബിൾ അല്ലാത്ത ഒരു ഇമേജ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഏതാണ്? മഷ്റൂമാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഏതാണ് ഇതിൻ്റെ ഓപ്ഷൻ ബി, മഷ്റൂം. മനസ്സിലായല്ലോ? അതിൽ ഇലകളില്ലല്ലോ. അപ്പോൾ അതിൽ ക്ലോറോഫിൽ എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കില്ല. ഇതിലൊക്കെ ബാക്കിയുള്ള 3 എണ്ണത്തിലും ഫോട്ടോസിന്തസിസ് നടക്കും.
പക്ഷേ ഇതിൽ ഫോട്ടോസിന്തസിസ് നടക്കൂല. അപ്പോൾ അത് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് കേപ്പബിൾ ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി മഷ്റൂം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹാഫ് ഓഫ് 100? ഹാഫ് ഓഫ് 100 ചോദിച്ചിട്ടുണ്ട്. 100ൻ്റെ പകുതി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 100ൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി 50. നമുക്കറിയുന്ന കാര്യങ്ങളാണല്ലേ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്? ഹി ഡോണ്ട് ലൈക്ക് മിൽക്ക്, ഹി ഡസൻറ്റ് ലൈക്സ് മിൽക്ക്, ഹി ഡസൻറ്റ് ലൈക്സ് മിൽക്ക്, ഹി ഡോണ്ട് ലൈക്സ് മിൽക്ക്. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ 4 ഓപ്ഷൻസിൽ നമ്മളോട് കറക്റ്റായിട്ടുള്ള ഒരു സെൻറ്റൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്താണ്? ഹിൻ്റെ കൂടെ ഹി, ഷീ, ഇറ്റ് എന്നതിൻ്റെ കൂടെ എപ്പോഴും വരിക എന്തായിരിക്കും? ഡസ്സാണ് വരിക. ഡു അല്ല വരിക, ഡസ്സായിരിക്കും വരിക. ഇനിയിപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം ആണെന്നുണ്ടെങ്കിൽ ഡസിൻ്റെ ആണ് വരിക. ഓക്കെ, ഡസിൻ്റെ ആണ് വരിക. അപ്പോൾ അവിടെ ഒരിക്കലും ഹി ഡു ഡോണ്ട് എന്ന് വരില്ല. അപ്പോൾ ഹി ഡസിൻറ്റ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൽ ഡസിൻറ്റ് വരുന്നത് ഓപ്ഷൻ സി വരുന്നുണ്ട്, ഓപ്ഷൻ ബി വരുന്നുണ്ട് ഡസിൻറ്റ്. ഡസിൻറ്റിൻ്റെ കൂടെ നമ്മൾ ഡസിൻറ്റിൻ്റെ കൂടെ ബേസ് വെർബാണ് വരിക. ബേസ് വെർബ് എന്ന് പറയും. അപ്പോൾ ഡസിൻറ്റ് ലൈക്ക് മിൽക്ക്. അവിടെ ഡസിൻറ്റ് ലൈക്സ് മിൽക്ക് എന്ന് വരില്ല. ആൻസർ എന്ന് പറയുന്നത് ഹി ഡസിൻറ്റ് ലൈക്ക് മിൽക്ക്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ സി, ഹി ഡസിൻറ്റ് ലൈക്ക് മിൽക്ക് എന്നതാണ് നമുക്ക് ഓപ്ഷനായിട്ട്. നമുക്ക് ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ഹി ഡോണ്ട് ലൈക്ക് വരില്ല, ഹി ഡസിൻറ്റ് ലൈക്സ് മിൽക്ക് വരില്ല, ഹി ഡോണ്ട് ലൈക്സ് മിൽക്ക് വരില്ല. അതിൻ്റെ കൂടെ വരിക ഹി ഡസിൻറ്റ് ലൈക്ക് മിൽക്ക്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി നമ്മൾ അതിൻ്റെ കൂടെ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 3 സൈഡ്സ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 3 സൈഡ്സ്? താഴെ കുറച്ച് ഷേപ്സുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. റെക്റ്റാങ്കിള്, സർക്കിള്, ട്രയാങ്കിള്, സ്ക്വയർ. ഇതിൽ 3 സൈഡുകൾ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്, റെക്റ്റാങ്കിൾ എന്തുണ്ട്? 1 2 3 4 ഉണ്ടല്ലേ. 1 2 3 4 4 സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും വരില്ല. നമുക്ക് നോക്കാം. സർക്കിൾ നോക്കാം. സർക്കിളിന് സൈഡ്സ് ഇല്ല എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് നമുക്ക് സ്ക്വയർ നോക്കാം. 1 2 3 4 അല്ലേ. അപ്പോൾ അതൊരു സ്ക്വയർ 4 സൈഡ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് ട്രയാങ്കിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് വരും നോക്കി നോക്കാം. ട്രയാങ്കിൾ 1 2 3. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ട്രയാങ്കിൾ ആണ് 3 സൈഡ്സ് വരുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി വേണം നമ്മൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 6th ക്വസ്റ്റ്യൻ ആണ്. വ്യൂ ദ ഇമേജ് പ്രൊവൈഡഡ്, ഐഡൻറ്റിഫൈ വിച്ച് സിമ്പിൾ മെഷീൻ ഈസ് ഡെപിക്റ്റഡ് ആസ് എ വീൽ ആൻഡ് ആക്സിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചിത്രം താഴെ 1 2 3 4 4 പിക്ചേഴ്സ്, ഇമേജസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വീലും ആക്സിലും ആയി കാണുന്ന ഒരു സിമ്പിൾ മെഷീൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് വീലും അതുപോലെ തന്നെ അതിൻ്റെ ആക്സിലുമായിട്ട് വരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇമേജ് 2ആണ്. നമുക്കറിയാം, ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ 2ലാണ് നമ്മൾ. ആക്സിൽ നമുക്കറിയാം എന്താണ് ആക്സിൽ. മനുഷ്യൻ്റെ നമ്മളുടെ പണിയെ എളുപ്പമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസാണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയാം. ഈ സിമ്പിൾ മെഷീൻസിൽ എന്തുണ്ടാവും? ഒരു വീലുണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഒരു തൂക്കുകോലുണ്ടാവും, വീല്, ആക്സിൽ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വീലിൻ്റെ വർക്ക് വഴി ആക്സിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് മെഷീൻ വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ താഴെ തന്നുള്ള പിക്ചറിൽ സിമ്പിൾ മെഷീന് വീലും ആക്സിലും വരുന്നത് നമുക്ക് ഇമേജ് 2 ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇമേജ് ബി, അതായത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം.
വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് 7 and 8? 7ൻ്റെയും 8ൻ്റെയും പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചത്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നമ്മൾ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. 1 to 10 വരെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഏകദേശം അറിയുന്നുണ്ടാവും. എന്നിരുന്നാലും നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 7 into 8, വാട്ട് ഈസ് ദ ആൻസർ ഈസ് ഈക്വൽ ടു 56. നമുക്ക് ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, 56 എന്നുള്ളത് ഓപ്ഷൻസിൽ നമ്മൾ നോക്കിയിട്ട് ഏത് ഓപ്ഷൻസാണ് വരുന്നത് അത് ഓപ്ഷൻസ് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഓപ്ഷൻ എ നമ്മൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫ്ലാഗ് ആൻഡ് ഐഡൻറ്റിഫൈ ദ കൺട്രി. താഴെ ഒരു ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. അത് ജപ്പാൻ്റെ ആണോ, കാനഡയാണോ, ബ്രസീലാണോ, ഫ്രാൻസ് ആണോ? നമുക്കറിയാം ഇത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല. ഡയറക്റ്റ് ഫ്രാൻസിൻ്റെ ഒരു ഫ്ലാഗാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രാൻസ് ഓപ്ഷൻ ഡി വേണം നമ്മളതിന് അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹൗ മെനി മിനിറ്റ്സ് ആർ 2 hours? ഹൗ മെനി മിനിറ്റ്സ് ആർ 2 hours ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൗ മെനി മിനിറ്റ്സ്, 2 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2 മണിക്കൂർ എത്ര മിനിറ്റ് ആയിരിക്കും? 1 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്കറിയാം അങ്ങനെ പോയി 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമയം തുടങ്ങി അല്ലേ? അപ്പോൾ 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്രയാണ്? 60 മിനിറ്റാണ് അല്ലേ? അപ്പോൾ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ എന്താണ്? 60 × 2 ചെയ്താൽ പോരെ? ഇസ് ഈക്വൽ ടു 120, 120 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 മണിക്കൂർ എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ഡയറക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ക്വസ്റ്റ്യൻ പോയി. നെക്സ്റ്റ് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി? നമ്മൾ പഠിക്കുന്നതാണ്. ഹാർട്ട് പഠിക്കുന്നുണ്ട്, ലിവർ പഠിക്കുന്നുണ്ട്, സ്കിന്ന് പഠിക്കുന്നുണ്ട്, ബ്രെയിൻ പഠിക്കുന്നുണ്ട്. ഹാർട്ടിൻ്റെ ഫംഗ്ഷൻസ് പഠിക്കുന്നുണ്ട്, ലിവറിൻ്റെ ഫംഗ്ഷൻസ് പഠിക്കുന്നുണ്ട്, സ്കിന്നിൻ്റെ ഫംഗ്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പഠിക്കുന്നുണ്ട്. ബ്രെയിനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഫംഗ്ഷൻസും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ? നമ്മളുടെ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു ഓർഗൻ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. എന്താണ് നമുക്ക് എഴുതാൻ പറ്റും? ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും എന്താണ് ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി, സ്കിന്നാണ് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അത് എഴുതി കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് അനിമൽ ഈസ് എ ഫ്രോഗ്? ഫ്രോഗ് ഏത് തരം അനിമലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. തവള ഏത് തരത്തിൽ പെട്ടതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മമ്മൽസ് ആണോ, ബേർഡാണോ, റെപ്റ്റൈലാണോ, ആംഫീബിയൻ ആണോ? അതായത് മമ്മൽസ് നമുക്കറിയാം, ബേർഡ്സ് നമുക്ക്, റെപ്റ്റൈൽ, ആംഫീബിയൻ ഉഭയജീവി എന്ന് പറയും മലയാളത്തിൽ. അതായത് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന അങ്ങനത്തെ പാലൂട്ടി വളർത്തുന്ന, അവരെ നോക്കുന്ന, അവർക്ക് ശരീരത്തിൽ രോമങ്ങളൊക്കെ കാണുന്നതിനാണ് നമ്മൾ മാമൽസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ എക്സാമ്പിൾസ് നമുക്കൊരു പട്ടി, പൂച്ച ഒക്കെ നമുക്കതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ബേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പറക്കുന്ന പക്ഷികളുണ്ട്, പറക്കാത്ത പക്ഷികളുണ്ട്, ചിറകൊക്കെ ഉണ്ടാകുന്ന വിങ്സുകളൊക്കെ ഉള്ള അതാണ് ബേർഡ്സ് എന്ന് പറയും. അപ്പോൾ ഒരിക്കലും തവള അതിൽ വരില്ല. ഓക്കെ, നെക്സ്റ്റ് ആകുമ്പോൾ റെപ്റ്റൈൽ എന്ന് പറയുന്നത് ശരീരത്തിൽ തോലുകൾ കാണാം. അതായത് നമുക്ക് പാമ്പിനൊക്കെ റെപ്റ്റൈൽസ് എന്ന് പറയും, പാമ്പൊക്കെ വരുന്നതാണ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ ഫ്രോഗിൻ്റെ വരില്ല. ആംഫീബിയൻ എന്താണെന്ന് നോക്കാം. ആംഫീബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ജീവികളെയാണ് നമ്മൾ, അല്ലെങ്കിൽ അനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഫീബിയൻ എന്ന് പറയുന്നത്. നമുക്കറിയാം തവള വെള്ളത്തിലും ജീവിക്കും. നമ്മൾ അല്ലേ, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ തവളകൾ. അപ്പോൾ വെള്ളത്തിലും ജീവിക്കും. അതുപോലെ തന്നെ തവളകൾ എവിടെ ജീവിക്കും? കരയിലും ജീവിക്കും അല്ലേ. അപ്പോൾ ആംഫീബിയൻ 2 ജീവിതം. ആംഫി എന്ന് പറയുന്നത് 2 ഇരട്ട എന്നൊക്കെ പറയും. ബയോസ് എന്ന് പറയുമ്പോൾ 2 ജീവിതം. തവള ഒക്കെ നമ്മൾ ആംഫീബിയൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി, ആംഫീബിയൻ നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്ന സമയത്ത് 12th ക്വസ്റ്റ്യനാണ്. 12th ക്വസ്റ്റ്യൻ. ഓക്കെ, ഒബ്സർവ് ദ ഇമേജസ് പ്രൊവൈഡഡ്.
വിച്ച് ഓഫ് ദീസ് ഷേപ്സ് ഹാസ് ദ മോസ്റ്റ് സൈഡ്സ്? ഇവയിൽ താഴെ കുറച്ച് ഇമേജുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമുക്ക് കാണുന്നുണ്ട്. ട്രയാങ്കിൾ ഉണ്ട്, ഹെക്സഗൺ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, ഒക്ടഗൺ ഉണ്ട്. ഏത് ആകൃതിക്കാണ് ഏറ്റവും കൂടുതൽ വശങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം, നമുക്കിതിൽ ഏതിനെ കൂടി നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം നമുക്ക് ഓപ്ഷൻ എ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓപ്ഷൻ എ ട്രയാങ്കിൾ എന്തൊക്കെയുണ്ട്? 1 2 3 3 സൈഡ്സുകളാണുള്ളത്. നമുക്ക് ഓപ്ഷൻ ബി റെക്റ്റാങ്കിൾ ഒന്ന് നോക്കി നോക്കാം. 1 2 3 4, ഇതിന് 3, ഇതിന് 4. നെക്സ്റ്റ് നമുക്ക് ഹെക്സഗൺ ഒന്ന് നോക്കി നോക്കാം. 1 2 3 4 5 6. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലവിൽ ഹെക്സഗണാണ്. നമുക്ക് ലാസ്റ്റത്തെ ഓപ്ഷൻ ഒക്ടഗൺ കൂടി നോക്കി നോക്കാം. 1 2 3 4 5 6 7 8 സൈഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ഒക്ടഗൺ ആണ് നമുക്കിതിൽ ആൻസർ ആയിട്ട് വരുന്നത്. എന്നിരുന്നാൽ പോലും ഒരു കാര്യം പറയാം, ഒക്ട എന്ന് പറയുന്നത് കഴിഞ്ഞാൽ 8 എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. 8 ആണ് ഒക്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഡി ആണ് നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഹാവ് 4 bags ഓഫ് ആപ്പിൾസ് ആൻഡ് ഈച്ച് ബാഗ് ഹാസ് 5 apples, how many apples do you have in total? നിനക്ക് 4 സഞ്ചി ആപ്പിളുണ്ട് അല്ലേ. ഇഫ് യു ഹാവ് 4 bags ഓഫ് ആപ്പിൾസ് ആൻഡ് ഈച്ച് ബാഗ് ഹാസ് 5 apples, 5 ആപ്പിളുകളും എന്തുണ്ട്? സഞ്ചിയിൽ 5 ആപ്പിളുകളുണ്ട്. ആകെ എത്ര ആപ്പിളുകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആപ്പിളിൻ്റെ 4 ബാഗുകൾ നമ്മളുടെ എന്തുണ്ട്? കയ്യിലുണ്ട്. നിൻ്റെ കയ്യിൽ ആപ്പിളുള്ള 4 ബാഗുകളുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഓരോ സഞ്ചിയിലും അല്ലെങ്കിൽ ഓരോ കവറിലും 5 ആപ്പിളുകളുണ്ടെന്ന് വിചാരിക്കുക. ഹൗ മെനി ആപ്പിൾസ് ഡു യു ഹാവ് ഇൻ ടോട്ടൽ? ടോട്ടൽ നിങ്ങളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടെന്നാണ് ചോദിച്ചത്. നമുക്ക് ചോദിച്ചാൽ ഒന്നാമത്തെ കവറിൽ 4, രണ്ടാമത്തെ കവറിൽ 4, അല്ല ഒന്നാമത്തെ കവറിൽ 5, രണ്ടാമത്തെ കവറിൽ 5, മൂന്നാമത്തെ കവറിൽ 5, നാലാമത്തെ കവറിൽ 5, ഒന്നാമത്തെ കവറിൽ 5, രണ്ടാമത്തെ കവറിൽ 5 ആകുമ്പോൾ 5 5 10, മൂന്നാമത്തെ കവറിൽ 5 5 5 5 10 15, നാലാമത്തെ കവറിൽ 5 5 5 5 5 10 15 20. നമുക്ക് ഡയറക്റ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? 20 ആപ്പിളുകളാണ് നമ്മളുടെ കയ്യിൽ ടോട്ടൽ ഉള്ളത്. നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി ഡയറക്റ്റ്. നമ്മളിപ്പോൾ 4 കവറുണ്ട്, 4, ഓരോ കവറിലും 5 ആപ്പിളുകളുണ്ട്. 4 × 5 = 20. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. പക്ഷേ നമുക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. 14th ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. വാട്ട് കോസസ് ഡേ ആൻഡ് നൈറ്റ്? പകലും രാത്രിയും വരാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് കോസസ് ഡേ ആൻഡ് നൈറ്റ്? ദ മൂൺ ബ്ലോക്കിംഗ് ദ സൺ ആണോ? ചന്ദ്രൻ സണ്ണിന് ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണോ ഡേയും നൈറ്റ് ഉണ്ടാകുന്നത്? ക്ലൗഡ്സ് കവറിങ് ദ സൺ, മേഘങ്ങൾ സണ്ണിനെ കവർ ചെയ്യുന്നത് കൊണ്ടാണോ? ദ സൺ മൂവിങ് അറൗണ്ട് ദ എർത്ത്, സണ്ണ് ഭൂമിക്ക് ചുറ്റും തിരുന്നത് കൊണ്ടാണോ ഡേയും നൈറ്റ് ഉണ്ടാകുന്നത്? എന്താണ്? ദ എർത്ത് സ്പിന്നിങ് ഓൺ ഇറ്റ്സ് ആക്സിസ്, ഒരു ഇമാജിനറി ആക്സിസ് ആയിട്ടുള്ള ഒരു ആക്സിസിൽ എർത്ത് ഇങ്ങനെ സ്പിന്ന് ചെയ്യുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? പകലും രാത്രി. മറ്റേത് ഇങ്ങനെ സൂര്യൻ റിവോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതല്ലല്ലോ, സ്പിന്ന്. എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ഇങ്ങനെ സ്പിന്ന് ചെയ്തുകൊണ്ടാണ് പകലും രാത്രി ഉള്ളത്. അപ്പം ഓപ്ഷൻ ബി നമ്മൾ എന്ത് വേണം? നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കണം. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 15th question. Look at the image provided. Identify which coin is from Japan. നമ്മൾ കോയിൻ കളക്ഷനൊക്കെ പഠിക്കുന്നുണ്ട്, നമ്മളുടെ സിലബസിൽ പഠിക്കുന്നുണ്ട് അല്ലേ. ഇതിൽ ഈ ജപ്പാനിലെ നാണയം ഏതാണെന്നാണ് ചോദിച്ചിട്ട് നമുക്ക് നോക്കാം. ജപ്പാനിലെ നാണയം എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് വരുന്നത്? ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓപ്ഷൻ സി ഈസ് ദ കോയിൻ ഇൻ ജപ്പാൻ. ജപ്പാനിലെ കോയിൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിലെ അവസാനത്തെ സെക്ഷനിലേക്ക് കിടക്കാം. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ്
ഇവാപ്പറേഷൻ. എന്താണ് ഇവാപ്പറേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബാഷ്പീകരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. വാട്ടർ ടേണിങ് ഇൻ ടു ഐസ്. വാട്ടർ ഐസായി മാറുന്നു. നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഐസായി മാറും. അതാണോ ഇവാപ്പറേഷൻ? അല്ല. വാട്ടർ ടേണിങ് ഇൻ ടു സ്റ്റീം. യെസ്, ദാറ്റ് ഈസ് ദ ട്രൂ. വാട്ടർ സ്റ്റീമായിട്ട് മാറുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഓപ്ഷൻ ബി, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാമെന്നൊക്കെ പറയില്ലേ. നീരാവിയായി മാറുന്നതിന് നമ്മൾ പറയുന്നതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. ഓയിൽ ടേണിങ് ഇൻ ടു വേപ്പർ ഉണ്ട്, ജ്യൂസ് ഫ്രീസിങ് ഓവർ നൈറ്റ്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്, വാട്ടർ ടേണിങ് ഇൻ ടു സ്റ്റീം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്കുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.